ഈ ചില റിപ്പോർട്ടുകൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ചില റിപ്പോർട്ടുകൾ മാത്രമാണത്, അത് യാഥാർത്ഥ്യമല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇതുപോലെ ചില റിപ്പോർട്ടുകൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു. വലിയ ഡിസാറ്റിസ്ഫാക്ഷനും ആകെ പൊട്ടിത്തെറിയാണ്, ഞങ്ങളിതോടെ തീരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അവസാനം ജനങ്ങൾ തീരുമാനിച്ചത് എന്താ? ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസാറ്റിസ്ഫാക്ഷൻ്റെ റിപ്പോർട്ടുകളെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഇതിനകം തന്നെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി കിട്ടുന്നതല്ല, ഒരു ടീം എന്നുള്ള നിലക്ക് പാർട്ടി പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ, ജനങ്ങളും, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടുകളല്ല യാഥാർത്ഥ്യം ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നന്നായി അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ ഏറെ കണ്ടതാണ് കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ. അന്നും ഞങ്ങൾ പറഞ്ഞു ഈ റിപ്പോർട്ടുകളല്ല ജനവിധി എന്നുള്ളത്. അല്ല, ഈ ഇന്നലെ സംസാരിച്ച സമയത്ത് ചെന്നിത്തല പറഞ്ഞത് പിണറായി 3.0 ജനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒന്നിച്ച് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള അനൈക്യമല്ല. ജനം ആഗ്രഹിക്കുന്നില്ല, അവരെ ആഗ്രഹിക്കുന്ന ആ കുടുംബമാണ് ആഗ്രഹിക്കുന്നത്. ജനം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, അത് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അത് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. ഒന്നിച്ച് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് ഒന്നിച്ച് നിന്നിട്ട് തന്നെ അതിനെ നേരിടുകയും ഞങ്ങളുടെ കൂടെ ജനവും ഒന്നിച്ചുണ്ട് ഇത്തവണ. അവർ 3.0 എന്ന് പറയും തോറും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കുക.